1300 സ്ക്വയർ ഫീറ്റിൽ 25 ലക്ഷം രൂപയ്ക്ക് ഫുള്ളി ട്രഡീഷണൽ വിത്ത് സ്ലോ പ്രൂഫ് സ്റ്റൈലിൽ നടുമുറ്റത്തോടു കൂടിയ ഈ ഒരു വീടിൻ്റെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളി ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. 2 ബെഡ്റൂം ക്യൂൻ സൈസ് ബെഡ് ഇടാവുന്ന തരത്തിലും അതുപോലെ തന്നെ ഒരു ബെഡ്റൂം കിങ് സൈസ് ബെഡ് ഇടാവുന്ന തരത്തിലുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നീളം കൂടി വീതി കുറഞ്ഞ ഒരു ട്രഡീഷണൽ സ്റ്റൈലുള്ള സിറ്റ് ഔട്ടും, സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് ഡൈനിങ് വിത്ത് നടുമുറ്റത്തോടു കൂടിയ സ്പേസിലേക്കാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ വീടിൻ്റെ ലിവിങ് റൂം. ലിവിങ് റൂമിൻ്റെ എൻഡിലായി ഒരു അയണിങ് സ്പേസും നൽകിയിരിക്കുന്നു. എൽ ഷേപ്പിലുള്ള സോഫ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വാളിലായി നമുക്കൊരു TV യൂണിറ്റും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഇൻറ്റീരിയർ ഡിസൈനിൽ പെയിൻറ്റിങ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലിവിങ് റൂമിൻ്റെ സീലിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് മെയിൻ സ്ലാബിൽ നൽകി പ്രൊഫൈൽ ലൈറ്റ് ജിപ്സം സീലിംഗ് ഒഴിവാക്കുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ നടുമുറ്റം സ്റ്റൈല്. 4 പില്ലർ നൽകി റെയിനിങ് സീസണിൽ മേലെ നിന്നും വീഴാവുന്ന തരത്തിലാണ് ഓപ്പൺ ചെയ്താണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ മെയിൻ സ്ലാബിൽ വുഡൻ കളറിൽ കാണുന്നത് മാത്രമാണ് ജിപ്സം സീലിംഗ്. ബാക്കിയെല്ലാം മെയിൻ സ്ലാബിൽ തന്നെ സ്പോട്ട് ലൈറ്റ് നൽകി പ്രൊഫൈൽ ലൈറ്റോട് കൂടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ മെയിൻ്റനൻസ് കുറവുമാണ്. ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ടേബിൾ 6 സീറ്ററോട് കൂടിയ ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ കോർണറിലായി ഒരു വാഷ് ബേസിൻ്റെ റൈറ്റ് സൈഡിലായി ഒരു ഷോ വാളും നൽകിയിരിക്കുന്നു. ഈ ഒരു വുഡൻ കളറിൽ കാണുന്നത് മാത്രമാണ് ജിപ്സം സീലിംഗ് നൽകിയിരിക്കുന്നത്. മറ്റതെല്ലാം മെയിൻ സ്ലാബിൽ തന്നെ സ്പോട്ട് ലൈറ്റ് നൽകിയിരിക്കുന്നതാണ്. ഈ ഒരു വീടിൻ്റെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ടൈപ്പിലുള്ള കിച്ചൺ സെറ്റും അതുപോലെ തന്നെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ വിത്ത് PVC യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കിച്ചൺ മൊത്തത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു 40,000 രൂപയാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റായി ഉദ്ദേശിക്കുന്നത്. 21 ലക്ഷത്തിന് 1400 സ്ക്വയർ ഫീറ്റിൽ 3 റൂമുകളോട് കൂടിയ വീടിൻ്റെ പ്ലാനും 3D എലിവേഷനുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളി ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്. 900 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റായോ അല്ലെങ്കിൽ ഒരു ബെഡ്റൂം കോമൺ ടോയ്ലറ്റായോ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ സ്റ്റെയർ സ്പേസും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. സിറ്റ് ഔട്ട് 10x3 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള സിറ്റ് ഔട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും മെയിൻ ഡോർ നൽകി ലിവിങ് സ്പേസിലേക്ക് കയറുന്നു. ലിവിങ് സ്പേസിൽ 10x8 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ലിവിങ് സ്പേസോട് കൂടി 7 സീറ്ററോട് കൂടിയ ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് സ്റ്റെയർ റൂമിലേക്കാണ്. ലെഫ്റ്റ് സൈഡ് കോർണറിലായി ഡൈനിങ് സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം വരുന്നത് 10x12 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള 2 ബെഡ്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണെങ്കിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിൽ നീളം കൂടി വീതി കുറഞ്ഞ ടോയ്ലറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി കണ്ടംപററി സ്റ്റൈലിൽ ഫ്ലാറ്റ് റൂഫായി ബഡ്ജറ്റായിട്ടാണ് എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ബെഡ്റൂമിൻ്റെ ടോപ്പിലായി പാരപ്പറ്റ് നൽകി അതിൻ്റെ ടോപ്പിൽ കോപ്പിംഗ് ബീമായി പുറത്തോട്ട് 50 സെൻറ്റിമീറ്ററിൻ്റെ സ്ലാബ് ചെയ്ത് അതിൻ്റെ താഴെ സ്പോട്ട് ലൈറ്റും നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി 2:30 ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട് ടോട്ടൽ ബഡ്ജറ്റ്
21 ലക്ഷത്തിൽ ഫുൾ ഫിനിഷ് ചെയ്യാവുന്നതാണ്. വിത്തൗട്ട് ഇൻറ്റീരിയറാണ് ഈ ഒരു റേറ്റ് നൽകിയിരിക്കുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും ചെയ്തു തരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് 1400 സ്ക്വയർ ഫീറ്റ് വീടിന്റെ പ്ലാൻ, 3D എലിവേഷൻ എന്നിവയെക്കുറിച്ചാണ്. 6 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിക്കാൻ കഴിയുക. 3 ബെഡ്റൂമുകൾ ബാത്ത് അറ്റാച്ച്ഡ് ആയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നിർമ്മിക്കുവാൻ ഏകദേശം 17 ലക്ഷം രൂപ ചിലവ് വരും. ഈ വീട് കണ്ടംപററി സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും ഞങ്ങളുടെ ഇതുപോലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇത് കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ വീടിൻ്റെ പ്ലാൻ. സിറ്റ് ഔട്ട് വരുന്നത് 10x8 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഓപ്പൺ സിറ്റ് ഔട്ടായാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി പോകുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. സിറ്റ് ഔട്ടിൻ്റെ വലതുവശത്തായി ഒരു ഫുൾ വിൻഡോ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നും മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പൂജ സ്പേസ് ഓപ്പണായി നൽകിയിരിക്കുന്നു. മെയിൻ ഡോറിനോട് നേരെ ഓപ്പോസിറ്റായി തന്നെ വ്യൂ വരാവുന്ന വിധമാണ് പൂജ സ്പേസ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും എൻട്രി കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായി സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നു. 6 സീറ്റർ സ്പേസുള്ള ഒരു സോഫയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിവിങ് സ്പേസിൽ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായി തന്നെ ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നുണ്ട്. TV യൂണിറ്റ് വിത്ത് ഷെൽഫായാണ് നൽകിയിരിക്കുന്നത്. ലിവിങ് സ്പേസ് 13x12 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ലിവിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലായി നമ്മളൊരു ഡൈനിങ് സ്പേസും വിത്ത് സ്റ്റെയർ ഏരിയയും നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിൽ ഒരു പാർട്ടീഷൻ വാളായി നൽകിയിട്ടുമുണ്ട്. 10x10ൻ്റെ അത്യാവശ്യം 5 സീറ്റർ ഇടാവുന്ന ഒരു റൗണ്ട് ഡൈനിങ് ഏരിയയാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നും സ്റ്റെയറിലേക്ക് ഡയറക്റ്റ് വിസിബിൾ ആവുന്ന വിധമാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു കിച്ചണും വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട്. കിച്ചൺ 9x12 ഫീറ്റിൻ്റെ കിച്ചണും അതുപോലെ തന്നെ 180x300ൻ്റെ ഒരു വർക്ക് ഏരിയയുമാണ് നൽകിയിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ ബാക്ക് സൈഡിലായി ബാക്കിലേക്കുള്ള ഔട്ട് സൈഡിലേക്കുള്ള സ്റ്റെപ്പും നൽകിയിരിക്കുന്നു. ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് പോകുന്നത് ഒരു ഫോയറിലേക്കാണ്. ഫോയറിൽ നിന്നാണ് 3 ബെഡ്റൂമിലേക്കുമുള്ള എൻട്രി നൽകിയിരിക്കുന്നത്. റൈറ്റ് സൈഡിലുള്ള 2 ബെഡ്റൂമും 11x12 ഫീറ്റിൻ്റെ ബെഡ്റൂമായാണ് നൽകിയിരിക്കുന്നത്. ഒരു ക്യൂൻ സൈസ് ബെഡ് ഇടാവുന്ന തരത്തിലുള്ള ഒരു സ്പേസാണ് നൽകിയിരിക്കുന്നത്. ബെഡിനോട് ഓപ്പോസിറ്റായി വാർഡ്രോബും സെറ്റ് ചെയ്യാവുന്നതാണ്. 3 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡും അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ നിന്നും ഒരു കോമൺ ടോയ്ലറ്റും എൻട്രി നൽകിയിരിക്കുന്നു. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1400 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ വരുന്നത്. ഫുൾ സ്പേസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്ന വിധമാണ് ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയർ റൂം മാത്രമാണ് വരുന്നത്. ഭാവിയിൽ ബെഡ്റൂം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലിവിങ് ഏരിയയിൽ ഒരു ബെഡ്റൂം വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ലിവിങ് ഏരിയ ആയിട്ടും അപ്പർ ലിവിങ് ആയിട്ടും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള 2 ബെഡ്റൂമും 3 ബെഡ്റൂമും എടുക്കാവുന്നതാണ്. ഈ ഒരു പ്ലാൻ പ്രകാരം നമ്മൾ ഫുൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഉദ്ദേശിക്കുന്നത് 17 ലക്ഷമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നിർമ്മിക്കുകയാണെങ്കിൽ 17 ലക്ഷത്തിന് ഈ ഒരു വീട് ഫുൾ ഫിനിഷിംഗ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ. ഫുള്ളി കണ്ടംപററി സ്റ്റൈലിലായാണ് ഈ എലിവേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായി ഗ്രൂ ലൈൻ കട്ട് ചെയ്ത് പെയിൻറ്റിങ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൂ ലൈൻ കട്ട് ചെയ്ത്
പെയിൻറ്റിങ് ഡിസൈനാണ് നമ്മൾ സ്റ്റെയർ ഏരിയയിൽ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ അകത്തായി ക്ലാഡിംഗ് സ്റ്റോൺ പതിച്ചിട്ടുണ്ട്. എക്സ്റ്റീരിയർ എലിവേഷൻ ഫുള്ളി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കണ്ടംപററി സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്ലാനും എക്സ്റ്റീരിയർ എലിവേഷനും ആവശ്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.